പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വരാപ്പുഴ സെമിനാരി. ഒരർത്ഥത്തിൽ 340 വർഷങ്ങൾക്ക് മുൻപ് കർമ്മലീത്ത മിഷണറിമാർ 1682 ആരംഭിച്ച സെമിനാരിയുടെ പിന്മുറ സ്ഥാപനമാണ് ഇപ്പോൾ സുവർണ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്ന ഈ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ മണ്ണിൽ 3.5 നൂറ്റാണ്ട് നിലനിന്ന ഈ സ്ഥാപനം നമ്മുടെ നാടിൻ്റെ ആധുനിക ചരിത്രത്തിൻ്റെ ആകെ സാക്ഷിയാണ്. ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് നാം ഭാവിയിലേക്ക് മുന്നേറുക. അതുകൊണ്ട് തന്നെ ഇത് നാടിൻ്റെ ആകെ ചരിത്രത്തെ സ്മരിക്കേണ്ട, നാട് ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കേണ്ട അവസരമാണ്. അതിനുതകുന്ന പ്രവർത്തനങ്ങൾ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടും എന്നാണ് കരുതുന്നത്. ഇവിടെ വേദിയിലിരുന്നു കൊണ്ട് ആദരണീയനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം എന്ന്. അത്തരത്തിലുള്ള ഒട്ടേറെ പേരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ്. ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഉയർന്ന അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് പൊന്തിഫിക്കൽ എന്ന വാക്ക്. അതായത് സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ അധികാരവും പദവിയുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പൊന്തിഫിക്കൽ കമ്മീഷൻ, പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി, പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയൊക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടവയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാകട്ടെ ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് നമ്മുടെ സമൂഹത്തിനാകെ അഭിമാനം പകരുന്ന വസ്തുതയാണ്. ആ നിലക്കാണ് ഈ സ്ഥാപനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തിയത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം മിഷണറിമാരുടെ സംഭാവനയാണ് എന്ന് ആദ്യം സൂചിപ്പിച്ചു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാർവത്രികമാക്കുന്നതിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. ആ നിലക്ക് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ചാലകശക്തിയായി ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിലായിരുന്നു.
ആ ആശയം മുൻനിർത്തി പോരാടിയ നവോത്ഥാന നായകർ കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട്. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും മക്തിത്തങ്ങളെയുമൊക്കെ പോലെ ഉള്ളവരുടെ ഗണത്തിൽപ്പെടുന്നതാണ് ചാവറയച്ചനും മറ്റും. വിദ്യാഭ്യാസ മുന്നേറ്റത്തിനനുഗുണമായി ഇവരെല്ലാവരും ചേർന്നൊരുക്കിയ സാഹചര്യവും പിന്നീടുള്ള ഘട്ടത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ സർക്കാരുകളും വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ എന്നീ മേഖലകളിൽ ഒരുക്കിയ ശക്തമായ അടിത്തറയുമാണ് വിഖ്യാതമായ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കിയത്. പല മേഖലകളിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും പുതിയ മേഖലകളിൽ കേരളം നൂതനമായ ചുവടുകൾ വെക്കുന്നതും ഈയൊരു ശക്തമായ അടിത്തറയുടെ മുകളിലാണ്. അത് തുറന്നു കൊണ്ടുപോകാനും കാലത്തിനനുയോജ്യമായ രീതിയിൽ മെച്ചപ്പെടുത്താനുമുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ഘട്ടത്തിൽ ഒരു സമൂഹമെന്ന നിലയിൽ നാം ഏറ്റെടുക്കേണ്ടത്. അതിനുതകുന്ന ഇടപെടലുകളാണ് സംസ്ഥാനത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ആരോഗ്യം, കൃഷി, ഉന്നത വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, വ്യവസായം, ഇത്തരം മേഖലകളിലെല്ലാം സവിശേഷമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ നാടിനെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതന സമൂഹമായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിലെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിച്ച് അധിക വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അവയുടെ നീതിയുക്തമായ വിതരണത്തിലൂടെ സാമൂഹിക നീതി ഉറപ്പുവരുത്താനുമാണ് നാം ശ്രമിക്കുന്നത്. അതാണ് നാം വിഭാവനം ചെയ്യുന്ന നവകേരളത്തിൻ്റെ കാതൽ. സുസ്ഥിര വികസനത്തിലൂടെയും സമഗ്രമായ ക്ഷേമ ഇടപെടലുകളിലൂടെയും കേരളത്തെ അതിവികസിത മധ്യവരുമാന രാഷ്ട്രങ്ങൾക്ക് തുല്യമായ നിലയിലേക്ക് പരിവർത്തിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതിനുതകുന്ന വിധത്തിൽ അടുത്ത 25-50 വർഷക്കാലത്തേക്കുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാവണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം നിലനിർത്തപ്പെടണം. അത് ശക്തിപ്പെടണം. അതിന് എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ പിന്തുണയുമുണ്ടാകണം. പക്ഷേ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷമാക്കാനും നമ്മുടെ സ്വൈരജീവിതത്തെ അട്ടിമറിക്കാനും ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാവുന്നുവെന്നത് നാം കാണാതെ പോകരുത്. രാജ്യത്താകെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യരുത്. ഇക്കഴിഞ്ഞ ക്രിസ്മസ് കാലയളവിൽ തന്നെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികൾക്കും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ ഫലമായി നമ്മുടെ പല സഹോദരങ്ങൾക്കും തങ്ങളുടെ വീടും നാടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യം എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം നൽകിയിട്ടുള്ളൊരു രാജ്യമാണ്.
നമ്മുടെ ഭരണഘടന അതാണ് ഉറപ്പ് നൽകുന്നത്. ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തിന് കീഴെയല്ല. ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തിന് മേലെയുമല്ല. അതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇവിടെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കർണാടകയിലെടുത്താൽ 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സെൻറ്റ് ജോസഫ് പള്ളിയാണ് 2021 ക്രിസ്മസ് കാലത്ത് ആക്രമിക്കുന്ന നിലയുണ്ടായത്. ഈ കഴിഞ്ഞ ഘട്ടം ക്രിസ്മസ് കഴിഞ്ഞ ഘട്ടമാണ്. ക്രിസ്മസ് നല്ല രീതിയിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി സന്ദേശം പരത്തിക്കൊണ്ട് ആഘോഷിക്കുന്ന നിലയാണ് നാം എല്ലാവരും സ്വീകരിക്കുന്നത്. പക്ഷേ ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യാനികൾക്ക് ശാന്തിയും സമാധാനവുമല്ല ലഭ്യമായത്. അവർക്ക് കൂട്ടത്തോടെ അവിടെ നിന്നും ഓടിപ്പോകേണ്ടതായി വന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരെ തുരത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അവരെ ആക്രമിച്ച സംഘപരിവാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആരാധനാലയങ്ങൾ തകർക്കുകയും ബൈബിളുകൾ നശിപ്പിക്കുകയും ചെയ്ത ഈ സംഘം വയോധികരെയും സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും വെറുതെ വിട്ടില്ല എന്നതും കാണാൻ നമുക്ക് കഴിയും. ഇവിടെ കൃത്യമായി മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കലാപാഹ്വാനം നടത്തുന്ന നിലയിലേക്ക് ഈ സംഘം എത്തുന്നുവെന്നതും നാം കാണേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നോട്ടീസ് അയക്കേണ്ടി വന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് ആവർത്തിക്കുന്ന ആക്രമണങ്ങളുടെ കാര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് നോട്ടീസ് അയക്കുന്ന നില വന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനപരമായ സമീപനത്തെ നിയമപരമായി വ്യവസ്ഥ ചെയ്യാൻ വരെ സംഘപരിവാറും രാജ്യത്തെ അധികാരികളും ശ്രമിക്കുകയാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങളെയൊക്കെ സാധൂകരിക്കാൻ എന്ന വിധത്തിലാണ് നമ്മുടെ രാജ്യം ഒരു ഹിന്ദുത്വ സമൂഹമാണെന്നും ഇവിടെ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിയണമെന്നുമുള്ള തരത്തിൽ സംഘപരിവാറിൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കൾ വരെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നതും നാം കണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥാപനം ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും അഭ്യസിപ്പിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ആത്മീയതയിലൂടെ സ്നേഹവും പരസ്പര വിശ്വാസവും വളർത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. ഒപ്പം മൈത്രിയും രഞ്ജിപ്പും ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്നത് ആര് എന്നതിനെക്കുറിച്ചുള്ള ബോധം വളർത്തുന്നതിനും കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പിൻ്റെ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ടവരെ പോലും ഭിന്നിപ്പിക്കും. അതാണ് നിലനിൽപ്പിനുള്ള അവരുടെ തന്ത്രം. ആ തന്ത്രം തിരിച്ചറിയാനും അത് ചെറുക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ആ തന്ത്രത്തിന് കൂടുതൽ പ്രചാരവും സ്വീകാര്യതയും ഉണ്ടാക്കിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ആഗോളതലത്തിൽ തന്നെ
മറ്റു മതങ്ങളുമായി സംവദിക്കാനുള്ള ശ്രമങ്ങളെ കത്തോലിക്കാ സഭ ശക്തിപ്പെടുന്ന ഘട്ടമാണിത്. അപ്പോൾ സംവാദത്തിന് പകരം അപവാദങ്ങളിലേക്ക് പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അറിയാത്തതിനെ ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്ന പ്രവണത മനുഷ്യരാശിയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ആ ഭയത്തെയും വെറുപ്പിനെയും അറിവുകൊണ്ട് തരണം ചെയ്യാൻ കഴിയുമെന്ന് ചരിത്രം കാണിച്ചു തരുന്നുണ്ട് താനും. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ അറിവിൻ്റെ മേഖലകളെ വിപുലീകരിക്കാനാണ് ഈ സ്ഥാപനം ശ്രമിക്കേണ്ടത്. ഈ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 6-ൻ്റെ അവസാനത്തെ 2 സബ് ആർട്ടിക്കിൾ അതിനുവേണ്ട കൃത്യമായ ദിശാബോധം നൽകുന്നുണ്ട്. മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായും മറ്റ് മതങ്ങളുമായും സംവദിക്കുക എന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു. ആ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി റീസണിൽ ആശ്രയിക്കുകയും റൂമറിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ദിവംഗതനായ ബെനഡിക്ട് 16 അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, അദ്ദേഹം ക്രിസ്ത്യൻ വേദശാസ്ത്രങ്ങൾ അഭ്യസിപ്പിക്കുന്ന മികച്ച ഒരു അധ്യാപകനായിരുന്നു എന്നതാണ്. ഇവിടെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചെറുക്കേണ്ടതിനെ ചെറുക്കാനും അങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാനും സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം ഔപചാരികമായി സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.